നല്ലൊരു ഗരം മസാല നമുക്ക് തന്നെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 1.25 കപ്പ് പെരിഞ്ചീരകമാണ് ചൂടായ ഒരു പാനിലേക്കാണ് ഇടുന്നത്. 1/2 കപ്പ് ഗ്രാമ്പു, 1/2 കപ്പ് കറുകപ്പട്ട, 1/2 കപ്പ് ഏലക്ക. ഇത് തക്കോലം ഒരു 8 എണ്ണം ഉണ്ട്. ഇത് ജാതിപത്രിയാണ്, അതൊരു 10 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 3-4 മിനിറ്റാണ് ഇത് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇതിൻ്റെ ഈർപ്പം പോകുന്നതിന് വേണ്ടിയും ഇതിൻ്റെ ഫ്ലേവേഴ്സ് നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ പാനിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങ് മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് തണുക്കാനായിട്ട് വയ്ക്കും. ഇത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്, മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ല ഗുണമുള്ള നല്ല മണമുള്ള ഗരം മസാല തയ്യാറായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം വരും. ഇത് നമ്മൾ നല്ലവണ്ണം ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വലിയൊരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യാനുസരണം ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലാക്കി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.